ഏറ്റവും സത്യത്തിൽ അത് പോലെയൊക്കെ പോകുന്നതാണ് ധരിച്ചത്. ഇപ്പോൾ വാസ്തവത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ 2 കാര്യങ്ങൾ നിയമപരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, എക്സൈസ് കമ്മീഷണറുടെ പോസ്റ്റിൽ IAS ഓഫീസർക്ക് ചുമതല കൊടുക്കാൻ ആ കോമൺ ഓർഡറിൽ വിധിയുണ്ടായിരുന്നു. അതവർ ചെയ്തില്ല. അതിന് പകരം ശ്രീ MR അജിത് കുമാറിനെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്തിട്ട് അവിടെ തന്നെയുള്ള പോലീസ് സൂപ്രണ്ട് റാങ്കിലുള്ള ഒരു IPS ഓഫീസർക്ക് ചാർജ് കൊടുക്കും. എത്ര ധിക്കാരപരമായിട്ടാണ് ഒരു ട്രിബ്യൂണൽ വിധിയോട് പെരുമാറുന്നത്. IAS ഓഫീസറെ കേഡർ തസ്തികയിൽ നിയമിക്കേണ്ട പോസ്റ്റിൽ എന്നാൽ ശ്രീ അജിത് കുമാർ ADGP റാങ്കുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. ADGP എടുത്ത് മാറ്റിയിട്ട് ഒരു SPക്ക് ചാർജ് കൊടുത്തു. അതിൽ ഞാൻ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തു. ചീഫ് സെക്രട്ടറി കണ്ടംപ്റ്റ് നോട്ടീസ് പോയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മെയിൽ കണ്ടംപ്റ്റ് നോട്ടീസ് ആൻസർ ചെയ്യണം. അതിനുശേഷം ഞങ്ങൾ പരാതി കൊടുത്തു. അതായത് സെക്രട്ടറി ടു ഗവർണർ കേഡർ തസ്തികയാണ്, IAS ഓഫീസർ വഹിക്കേണ്ട പോസ്റ്റാണ്. ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് രാജ്ഭവൻ സർവീസിലെ ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് IAS ഓഫീസറുടെ ചാർജ് കൊടുത്തിരിക്കുകയാണ്. ചട്ടവിരുദ്ധമാണ്. അതും സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ, ഈ 2 പദവി. അത് മാത്രമല്ല, നമുക്കെല്ലാം അറിയാം, മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കിയാൽ ഉടനടി പുതിയ മന്ത്രിസഭയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ട സ്റ്റെപ്സിലേക്ക് കടക്കണം. അതിൻ്റെ സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് ഗവർണറുടെ സെക്രട്ടേറിയറ്റാണ്. അവിടെ ചട്ടപ്രകാരമുള്ള ഉദ്യോഗസ്ഥനില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനും വകുപ്പുകളുമായിട്ട് ഏകോപിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥനുമില്ല. 2 അനർഹരായിട്ടുള്ള ആളുകൾ. ഒന്ന് റിട്ടയർ ചെയ്ത ഒരു IAS ഉദ്യോഗസ്ഥനും മറ്റൊരു ഡെപ്യൂട്ടി സെക്രട്ടറി പദവി വഹിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഞാൻ ഈ ആഴ്ച ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരുന്നു. വ്യക്തമായിട്ട് നിങ്ങളത് തിരുത്തുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിലും കോടതിയെ വീട്ടിൽ സമീപിക്കുമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ സസ്പെൻഷൻ ഓർഡർ കൂടുതലും ഇതിൻ്റെ ഒരു തുടർച്ച, ഈ 23-ൽ തുടങ്ങിയ ഈ ലീഗൽ ബാറ്റിലിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അത് കാണിച്ച് ഭീഷണിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കേണ്ടതില്ല. അതൊക്കെ കാലാന്തരത്തിൽ മാഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. പോരാടി വന്ന കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞങ്ങളെല്ലാവും വിധം ശക്തമായി ഒരുമയോടുകൂടി മുന്നോട്ട് തന്നെ പോകും. ശ്രീ KM എബ്രഹാം മന്ത്രി പദവി കൂടി അസ്യൂം ചെയ്തതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിലെ 2ാമനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിനെ മറികടന്ന് നിരവധി അവസരങ്ങളിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്കും മറ്റ് മന്ത്രിമാർക്കും വരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5000-6000 കോടി ഒരു വർഷം വായ്പയായിട്ടും ഗ്രാൻഡായിട്ടും കിഫ്ബിക്ക് ലഭ്യമാവുന്നു. ഏകദേശം 40,000 കോടി രൂപയോളം ഏതൊരു വകുപ്പിനേക്കാളും വലുതാണ് കിഫ്ബിയുടെ ധനവിനിയോഗം. അപ്പോൾ ഇത് കയ്യിൽ വരികയും കിഫ്ബി സർക്കാരിനേക്കാൾ ശക്തമായൊരു സ്ഥാപനമാണെന്ന് വരികയും ചെയ്തതോടുകൂടി എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ സർക്കാരിലെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രമായിട്ട് അദ്ദേഹം വളർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലുമാണ് അഖിലേന്ത്യാ സർവീസിൻ്റെ മൂവ്മെൻറ്റുകളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളും പരിഗണിക്കപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ജൂൺ 30-ന് വിരമിക്കുകയാണ്. അടുത്ത് സീനിയറായിട്ടുള്ള ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളുകളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് വന്ന് KM എബ്രഹാമുമായിട്ട് മീറ്റിംഗ് നടത്തി എന്നെ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് മടങ്ങുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്.